തിരുവനന്തപുരം കഠിനംകുളം കൊലപാതക കേസിൽ പ്രതിയെ തിരിച്ചറിഞ്ഞു. എറണാകുളം ചെലനം സ്വദേശി ജോൺസൺ ഔസേപ്പാണ് പ്രതി. കൊല്ലപ്പെട്ട ആതിരയുടെ ഇൻസ്റ്റഗ്രാം സുഹൃത്താണ് ഇയാൾ. ഭർത്താവിനെ ഉപേക്ഷിച്ച് കൂടെ ജോൺസണൊപ്പം പോകാത്തതിലാണ് കൊലപാതകമെന്നാണ് വിലയിരുത്തൽ. ടിൻഡു ദാസ് ചേരുന്ന വിവരങ്ങളുമായി. ടിൻഡു എസ്, എങ്ങനെയാണ് ജോൺസൺ ഔസേപ്പിനെ തിരിച്ചറിഞ്ഞത്? ഇയാളെ കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? വീണ, കൊലപാതകം നടത്തിയതിനു ശേഷം ജോൺസൺ ഈ ആതിരയുടെ 2 വീലറുമായി ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. അവിടെ നിന്നും തിരികെ എറണാകുളത്തേക്ക് കടന്നു കളഞ്ഞു എന്നാണ് നിലവിൽ പോലീസിന് ലഭിച്ചിട്ടുള്ള അധിക വിവരങ്ങൾ. അതോടൊപ്പം തന്നെ ഈ കൃത്യം നടത്തുന്നതിന് വേണ്ടി ജോൺസൺ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പെരുമാതുറ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരുന്നു. ആ വീട് തുറന്നുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ആതിരയുടെ മൃതദേഹം ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. വെഞ്ഞാറമൂട്ടിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ആതിരയുടെ ശരീരത്തിൽ മരണകാരണമായി കാണുന്നത് ഒരൊറ്റ മുറിവ് മാത്രമാണ്. ശരീരത്തിൽ മറ്റു ഭാഗങ്ങളും മുറിവ് ഉണ്ടായിട്ടില്ല. കഴുത്തിൽ ആഴത്തിൽ കത്തി കുത്തി ഇറക്കിയതാണ് മരണകാരണം. അപ്പോൾ ഈ കുത്താൻ ഉപയോഗിച്ച കത്തി ജോൺസൺ കൊണ്ടുവന്നതാണ് കരുതുന്നത്. കഴിഞ്ഞ കുറച്ചു നാളായിട്ട് ഈ ആതിര അമിതമായിട്ട് ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചിരുന്നു. ആതിരയും ജോൺസണും ഇൻസ്റ്റാഗ്രാം വഴിയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇരുവരും തമ്മിൽ റീൽ ചെയ്യുമായിരുന്നു. അതിനുശേഷം ഇരുവരും വലിയൊരു പൊതു ഗ്രൂപ്പിന്റെ അഡ്മിനായി. പിന്നീട് ജോൺസൺ നിരന്തരം ആതിരയെ കൂടെ താമസിക്കാനായിട്ട് അല്ലെങ്കിൽ കൂടെ വരാനായിട്ട് നിർബന്ധിച്ചിരുന്നു. രാജീവിനെയും അതോടൊപ്പം തന്നെ മകനെയും വിട്ട് പോകാൻ ഈ ആതിര വിസമ്മതിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നിരവധി തവണ ജോൺസൺ ഇത്തരത്തിൽ ആതിരയുടെ വീട്ടിൽ വരികയും ആതിരയുടെ മാതാപിതാക്കൾ ഇത് കാണുകയും അതിൽ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. പക്ഷെ ഇത് രാജീവ് അറിഞ്ഞിരുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാജീവ് ഇടക്കാലത്ത് വെച്ചാണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഔസേപ്പുമായിട്ട് ജോസഫ് ഔസേപ്പുമായിട്ട് ഇത്തരത്തിലൊരു പ്രണയമുണ്ട് എന്ന് രാജീവ് മനസ്സിലാക്കുകയും രാജീവ് അത് പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. ഇത് പുറം ലോകം അറിയുമെങ്കിൽ ആതിര ആത്മഹത്യ ചെയ്യുമെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതായിട്ടും രാജീവ് അയൽവാസികളോട് ഈ മരണം നടന്ന ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാജീവിനെ ഒരിക്കൽ കൂടി പോലീസ് നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ ജോൺസൺ ഔസേപ്പാണ് ഇത്തരത്തിൽ ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. കൂടെ ചെല്ലാത്തതിലുള്ള ഒരു ധീരസമാണ് ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത്. ജോൺസൺ മുൻപൊരു വിവാഹം കഴിച്ചിരുന്നു. ഇപ്പോൾ പിരിഞ്ഞ് ജീവിക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ജോൺസൺ താമസിച്ച വീടും അതോടൊപ്പം തന്നെ വാഹനവും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. വീണ, ഓക്കെ, ശരി ടിൻഡു.